ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഇടപെട്ടതോടെ യുദ്ധ സാഹചര്യം വഷളാവുകയാണ്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് ആക്രമിച്ച യുഎസിന്റെ ഖത്തറിലുള്ള എയർ ബേസുകളിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇതിന് പിന്നാലെ പ്രസിഡന്റ് ട്രംപിനെയും അദ്ദേഹത്തിന് സഹായികളെയും ലക്ഷ്യം വെക്കുകയാണ് നിലവിൽ ഇറാൻ. ട്രംപിന്റെ സഹായികളുടെ ഇമെയിലുകൾ ടാർഗറ്റ് ചെയ്യുകയാണ് ഇറാൻ ഹാക്കർമാർ. അമേരിക്കൻ ഔദ്യോഗിക ആശയവിനിമയങ്ങൾ ചോർന്നേക്കാമെന്ന ഭീഷണിയിലാണ്. റോബോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാക്കർ ഗ്രൂപ്പാണ് യുഎസിനെ ഭീഷണിപ്പെടുത്തുന്നത്. ആരാണ് ട്രംപ് ഭയക്കുന്ന റോബോട്ട് ഹാക്കർ ഗ്രൂപ്പ്? റോബോട്ട് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഹാക്കർമാർ 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മാസങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്ത് വൈൽസ് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ സഖ്യകക്ഷികളുടെ ഇമെയിലുകൾ ചോർത്തിയതായി അവർ അവകാശപ്പെട്ടു. തുടർന്ന് അവർ ഇമെയിലുകൾ മാധ്യമപ്രവർത്തകർക്ക് വിതരണം ചെയ്തു. ഒരു റിപ്പോർട്ട് പ്രകാരം ട്രംപും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ റോബർട്ട് എഫ് കെനഡിയും തമ്മിലുള്ള സാമ്പത്തിക കരാർ എന്ന് തോന്നുന്ന ഒന്നുൾപ്പെടെ ചില ഇമെയിലുകൾ ആധികാരികമാക്കാൻ ഹാക്കർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ട്രംപും ഡാനിയൽസും തമ്മിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളെക്കുറിച്ചുള്ള ചർച്ചയും അക്കാലത്ത് പുറത്തിറക്കിയ മറ്റ് മെറ്റീരിയലുകൾ ഉൾപ്പെടുന്നു. 2024 ട്രംപിന്റെ പ്രചാരണം ഇറാൻ ബന്ധമുള്ള സൈബർ ആക്രമണ സംഘം ചോർത്തിയതാണ്. കൂടാതെ ട്രംപിന്റെ കൂട്ടാളികളിൽ നിന്ന് മോഷ്ടിച്ച ഇമെയിലുകളിലെ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് ആക്രമണ സംഘത്തിന്റെ ഭീഷണി. റോബോട്ട് യുഎസിന്റെ ഏകദേശം 100 GB ഇമെയിലുകൾ മോഷ്ടിച്ചതായി അവകാശപ്പെടുന്നു. വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, പോൺ താരവും ട്രംപിന്റെ എതിരാളിയുമായ സ്ലോമി ഡാനിയൽസ്, പോട്ടസിന്റെ ഉപദേഷ്ടാവ് റോജർ സ്റ്റോൺ, ലിൻസെ ഹാലിഗൻ എന്നിവർ ഉൾപ്പെടെയുള്ള വിവരങ്ങളടങ്ങുന്ന രേഖകളാണ് ഹാക്ക് ചെയ്തതായി പറയപ്പെടുന്നത്. എന്നാൽ ഹാക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന രേഖകളിൽ എന്താണുള്ളത്? ഒരു റിപ്പോർട്ട് അനുസരിച്ച് വാർത്താ ഏജൻസി ഹാക്കർമാരായ റോബോട്ടുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇമെയിലുകളുടെ കൃത്യമായ ഉള്ളടക്കം റോബോട്ട് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും മെറ്റീരിയൽസ് വിൽക്കാനുള്ള സാധ്യത അവർ ഉന്നയിച്ചു. യുഎസ് അറ്റോർണി ജനറൽ പാം ബോണ്ടി ഈ ഹാക്കിങ്ങിനെ മനസാക്ഷിക്ക് നിരക്കാത്ത സൈബർ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. അതേസമയം ദേശീയ സുരക്ഷയ്ക്ക് ലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തുമെന്നും നിയമത്തിന്റെ പരമാവധി ശിക്ഷ അവർക്ക് നൽകുമെന്നും FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ പിന്നീട് വൈറ്റ് ഹൌസും FBIയും പിന്തുണച്ചു. 2024 സെപ്റ്റംബറിൽ യുഎസ് നീതിന്യായ വകുപ്പ് ഒരു കുറ്റപത്രത്തിൽ റോബോട്ട് ഹാക്കിംഗ് ഓപ്പറേഷൻ നടത്തിയത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ആണെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾ റോബോട്ട് ഇതുവരെയും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ യുഎസ് ആക്രമണം ഗുരുതരമായ ദോഷം വരുത്തിയിട്ടില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വാദിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഇറാനുമേലുള്ള ഉപരോധങ്ങൾ കുറയ്ക്കാനുള്ള പദ്ധതികൾ നിർത്തുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇറാൻ റഷ്യയേക്കാൾ വലിയ ഭീഷണിയായി ഉയർന്നു വന്നിരുന്നു. ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും 2016 പ്രധാന യുഎസ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്കും പേരുകേട്ടതാണ് ഇറാൻ എന്ന് ആക്സിയോസിലെ ഒരു റിപ്പോർട്ട് പറയുന്നു. 2024 യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശക്തമായ ഫിഷിംഗ്, തെറ്റായ വിവരങ്ങൾ കൈമാറാൻ പ്രവർത്തനങ്ങൾ നടത്തിയ നിരവധി ഇറാനിയൻ സ്ഥാപനങ്ങളെ മൈക്രോസോഫ്റ്റും കണ്ടെത്തിയിരുന്നു. യുഎസിന്റെ കണ്ണുകൾ എപ്പോഴും ഇറാനെ പിന്തുടരുകയാണ്.